അസ്സലാമു അലൈക്കും. ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ താരീഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതുപോലെ മറ്റു വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും ഉത്തരങ്ങളും നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. യോജിച്ചവ ചേർക്കാം. ഇവിടെ കോളത്തില് നേഗസ്, ഹുവൈലിദ്, അബൂലഹബ് പറഞ്ഞു, റംല, ഹാരിസ, 3 വർഷം, പർവ്വതം ഇവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇവിടെ ഉമ്മു ഹബീബ ആരാണ്? നബി തങ്ങളുടെ ഭാര്യയാണ്. റംല എന്നാണ് ഉമ്മു ഹബീബയുടെ പേര്. അടുത്തത് രഹസ്യ പ്രബോധനം. നബി തങ്ങൾ രഹസ്യ പ്രബോധനം ചെയ്തത് 3 വർഷമാണ്. ഖദീജ ബീവിയുടെ പിതാവ് ഹുവൈലിദ് എന്നാണ്, അല്ലെ? ഖദീജ ബിൻത് ഹുവൈലിദ്. സെയ്ദ് റളിയല്ലാഹുവിന്റെ പിതാവിന്റെ പേരെന്താ? ഹാരിസ എന്നാണ്, സെയ്ദ് ബിൻ ഹാരിസ്. അഞ്ചാമത്തത് തബ്ബലക അലിഹാദ ജമഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? അബൂലഹബ് പറഞ്ഞതാണ്. അബൂലഹബ് നബിതങ്ങളോട് പറഞ്ഞതാണത്. ആറാമത്തത് സൊഫ എന്നുള്ളത് എന്താ? അതൊരു പർവ്വതമാണ്, അതൊരു മലയാണ്. അനറബി രാജാവാണ് ആര്? നേഗസ്, അതായത് നജാഷി രാജാവ്. തെറ്റ് ശരിയാക്കി എഴുതാം. ഇവിടെയുള്ള സെന്റൻസുകളൊക്കെ തെറ്റാണ്, ശരിയാക്കി എഴുതാനാണ്. 1. യൂറോപ്പ് വൻകരയിൽപ്പെട്ട എത്യോപ്യ. എത്യോപ്യ യൂറോപ്പിലാണോ? അല്ല. എവിടെയാണ്? ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട എത്യോപ്യ. രണ്ടാമത്തത് എത്യോപ്യയിലെ രാജാക്കന്മാർ അദ്ദാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണോ? അല്ല. എത്യോപ്യയിലെ രാജാക്കന്മാർ നജാഷി, അതായത് നേഗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മൂന്നാമത്തത് അബൂജഹല് പറഞ്ഞു, തബ്ബലക അലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ഇത് അബൂജഹലാണോ പറഞ്ഞത്? അല്ല, അബൂലഹബാണ് അങ്ങനെ പറഞ്ഞത്. അബൂലഹബ് പറഞ്ഞു തബ്ബലക അലിഹാദാ ജമഅതന. നാലാമത്തത് എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന നബിയായിരുന്നു. നബിയാണോ അസ്ഹിമത്ത്? അല്ല. എത്യോപ്യ എന്ന രാജ്യം ഭരിച്ചിരുന്നത് അസ്ഹിമത്ത് എന്ന രാജാവായിരുന്നു. ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? നജാഷിയാണ്, അല്ലെ? നബി തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലയെ വിവാഹം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി മഹർ നൽകിയത് നജാഷി ആയിരുന്നു. രണ്ടാമത്തത് ഖുറൈശികളെ സൊഫാ പർവ്വതത്തിലേക്ക് വിളിച്ച് നബി അവരോട് എന്താണ് ചോദിച്ചത്? നബി തങ്ങൾ ചോദിച്ചു, ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? നജാഷിയുടെ മരണവാർത്തയറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മേൽ മയ്യിത്ത് നിസ്കരിച്ചിട്ടുണ്ട്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള രഹസ്യ ക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. വ്യക്തമാക്കാം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് പുരുഷന്മാരിൽ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. പൂർത്തിയാക്കാം. ബാക്കി എഴുതി കൊടുക്കാനാണ്. വഅൻസിർ അശീറതകൽ അഖ്റബീൻ, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക.
എണ്ണം വ്യക്തമാക്കാം. എത്യോപ്യയിലേക്ക് ആദ്യം പോയവർ എത്ര സ്ത്രീകളുണ്ടായിരുന്നു? 4 സ്ത്രീകളും 10 പുരുഷന്മാരും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇത് ആദ്യം സ്ത്രീകളെ ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പുസ്തകത്തിൽ ആദ്യം പുരുഷന്മാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ പരീക്ഷയ്ക്ക് വന്നത് ആദ്യം സ്ത്രീകൾ എന്നാണ്. അതുകൊണ്ട് വേഗത്തിൽ എഴുതുമ്പോൾ മാറിപ്പോകാൻ പാടില്ല, മാർക്ക് പോകും. രണ്ടാമത്തത്, എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയവർ സ്ത്രീകൾ എത്ര? 18 പുരുഷന്മാരോ 83. ഇത് ആര് ആരോട് പറഞ്ഞു? അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് അവിടെ ഉണ്ട്. ഇത് ആര് പറഞ്ഞതാണ്? ആരോട് പറഞ്ഞതാണ്? ആരാ പറഞ്ഞത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അങ്ങനെ പറഞ്ഞത്. ആരോട് പറഞ്ഞു? തന്റെ അനുയായികളോട് പറഞ്ഞു.